ഒക്കെ കണ്ടതാണ് പഹൽഗാമിൽ ഈ പറയുന്ന 4ഓളം വരുന്ന തന്തയില്ലാത്തവന്മാർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള 27ഓളം പേരുടെ ജീവൻ പോയതും 27 പേരുടെ കുടുംബം അനാഥമായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെതിരെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഓപ്പറേഷന് പേരിട്ടതാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതായത് അവിടെ ആരുടെയൊക്കെ സിന്ദൂര തിലകം നെറ്റിയിൽ നിന്ന് മായ്ക്കേണ്ടി വന്നിട്ടുണ്ടോ അവരുടെയൊക്കെ ആ സിന്ദൂരത്തിനും അല്ലെങ്കിൽ അവരുടെ മനസ്സിനേറ്റ ആ വിഷമത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രാണനായ ആൾ അവരുടെ കൺമുൻപിൽ മരണപ്പെട്ടതിന് ഒരു തിരിച്ചടിയായിട്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആ ഒരു ഓപ്പറേഷന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പേരിട്ടു ഓപ്പറേഷൻ സിന്ദൂർ. സിന്ദൂരം മായ്ച്ചവന്മാർക്കെതിരെയുള്ള തക്കതായ ശിക്ഷ അല്ലെങ്കിൽ തക്കതായ മറുപടി കൊടുക്കുക എന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ കയറി അടിച്ച് നിലംപരിശാക്കിയത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈന്യം കയറി പാകിസ്ഥാനിൽ ഓരോ അവന്മാരെയും എണ്ണി തീർക്കുന്നതും 100ഓളം വരുന്ന ഭീകരരെ കൊന്നു എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് പെട്ടെന്ന് നമ്മൾ കാണാനിടേണ്ട ഒരു ന്യൂസാണ് വെടിവയ്പ് നിർത്തൽ കരാറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വെടിവയ്പ് നിർത്താൻ പോകുന്നു, പാകിസ്ഥാനുമായിട്ട് എഗ്രി ചെയ്യുന്നു, ഇനി യുദ്ധം